നമസ്കാരം. കേരള പാഠാവലി 1-ാം ഭാഗം 1-ാം യൂണിറ്റ് ഉള്ളിലുയർക്കും മഴവില്ല്. അതിൽ ആദ്യം പ്രവേശകം, അഭിമുഖം എന്ന കവിത KG ശങ്കരപ്പിള്ളയുടെ. അതിനുശേഷം നമ്മൾ പഠിച്ചത് സുകൃതഹാരങ്ങൾ എന്ന പാഠഭാഗത്തിലോട്ടാണ് കടന്നത്. കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകിയെക്കുറിച്ചും കുമാരനാശാനെക്കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അടുത്തതായി സുകൃതഹാരങ്ങൾ എന്ന പാഠഭാഗത്തിലേക്ക് കടക്കാം. സുകൃതഹാരങ്ങൾ. കുമാരനാശാൻ്റെ ചണ്ടാല ഭിക്ഷുകി എന്ന ഖണ്ഡകാവ്യത്തിലെ കുറച്ച് ഭാഗമാണ് സുകൃതഹാരങ്ങൾ എന്ന് നമുക്കറിയാം. ചണ്ടാല ഭിക്ഷുകിയുടെ കഥ നടക്കുന്നത് ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പാണ്. അന്ന് ഉത്തരേന്ത്യയിലെ ശ്രാവസ്തിക്കടുത്തുള്ള പ്രദേശത്ത് വളരെ വലിയ വരൾച്ചയുണ്ടായിരുന്ന സമയമായിരുന്നു. ജീവജാലങ്ങളൊക്കെ ജലം ലഭിക്കാതെ വളരെ പ്രയാസം അനുഭവിച്ചിരുന്ന സമയമായിരുന്നു. അന്ന് ഒരിക്കൽ നടന്നു തളർന്ന് അഹാർത്തനായ ആനന്ദൻ എന്ന ബുദ്ധഭിക്ഷു വഴിയരികിലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരുന്ന മാതങ്കിയെ കണ്ടുമുട്ടുന്നത് മുതലാണ് പാഠഭാഗം ആരംഭിക്കുന്നത്. തൂമ തേടും തൻ പാള കിണറ്റിലിട്ടോമൽ കയ്യാൽ കയറു വലിച്ചുടൻ കോമളാങ്കി നീർ കോരി നിന്നീടിനാൾ. ശ്രീമാനാ ഭിക്ഷു അങ്ങു ചെന്നർത്ഥിച്ചാൻ, ദാഹിക്കുന്നു ഭഗിനി കൃപാരസമോഹനം കുളിർ തണ്ണീരിതാശു നീ ഓമലേ തരു തെല്ലെന്നതു കേട്ടോരാ മനോഹരി അമ്പരന്നോതിനാൾ. ആദ്യമായി നമുക്ക് പുതിയ വാക്കുകൾ പരിചയപ്പെടാം. തൂമ ഭംഗി, വെണ്മ എന്നൊക്കെ അർത്ഥം. ഓമൽ ഭംഗിയുള്ള. കോമളാങ്കി കോമളമായ അംഗത്തോടു കൂടിയവൾ, സുന്ദരി. സമാസം ബഹുവ്രീഹി. അന്യപദത്തിന് പ്രാധാന്യമുള്ള സമാസമാണല്ലോ ബഹുവ്രീഹി. നീർ ജലം. ശ്രീമാൻ ഐശ്വര്യമുള്ളവൻ. അർത്ഥിക്കുക അപേക്ഷിക്കുക. ഭഗിനി സഹോദരി. കൃപാരസം കാരുണ്യാമൃതം. മോഹനം മോഹിപ്പിക്കുന്നത്. കുളിർ തണുത്ത. തണ്ണീര് ജലം. ആശു പെട്ടെന്ന്. തെല്ല് അല്പം. ഇനി നമുക്ക് ആശയം ഒന്ന് നോക്കാം. മനോഹരമായ പാള കിണറ്റിലിട്ട് ഭംഗിയുള്ള കയ്യാൽ കയറ് വലിച്ചുകൊണ്ട് കോമളാംഗിയായ ഒരു സുന്ദരി ജലം കോരിക്കൊണ്ട് നിൽക്കുന്നു. അവിടേക്ക് ഐശ്വര്യമുള്ളവനായ ഒരു ഭിക്ഷു, അല്ലയോ സഹോദരി, എനിക്ക് ദാഹിക്കുന്നു, കാരുണ്യാമൃതം പോലെ മോഹിപ്പിക്കുന്ന കുറച്ച് ജലം എനിക്ക് തന്നാലും എന്ന് അർത്ഥിച്ചു. ഓമലേ തരൂ കുറച്ചു ജലം എന്ന് അദ്ദേഹം ചോദിക്കുന്നത് കേട്ട് ആ മനോഹരി അമ്പരന്നുപോയി. ആ അമ്പരപ്പോടെ അവൾ ഇങ്ങനെ പറഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ള ഭാഗം അതാണ്. ദാഹത്താൽ തളർന്നു വന്ന ഭിക്ഷുവിന് ആ പെൺകുട്ടി വെള്ളം കോരുന്നത് കണ്ട് വല്ലാത്ത ആശ്വാസമാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ താമസം വിന അവളുടെ സമീപമെത്തി ജലം യാചിക്കുന്നു. എന്നാൽ ഭിക്ഷുവിൻ്റെ യാചന അവളിൽ അമ്പരപ്പാണ് ഉളവാക്കിയത്. എന്താണ് അതിന് കാരണം? സാധാരണ ഒരാൾ വെള്ളം കോരുമ്പോൾ അല്പം ദാഹജലം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ അമ്പരക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നാൽ കുമാരനാശാൻ ചണ്ടാല ഭിക്ഷുകി എഴുതിയ കാലമെന്ന് പറയുന്നത് ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിലനിന്നിരുന്ന കാലമായിരുന്നു. ഉയർന്ന ജാതിയിൽപ്പെട്ടവരുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും താണജാതിയിൽപ്പെട്ട ആളുകൾക്ക് സാധിച്ചിരുന്നില്ല. തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും നിലനിന്നിരുന്ന ആ കാലത്ത് ഒരു ശ്രേഷ്ഠ കുലജാതന് ജലം കൊടുക്കുക എന്നത് ആ പെൺകുട്ടിക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമായിരുന്നില്ല. അല്ലല്ലെന്തു കഥയിതു കഷ്ടമേ, അല്ലലാലങ്ങു ജാതി മറന്നിതോ, നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി യാചമിക്കുമോ ചൊല്ലിഴുമാര്യന്മാർ. കോപമേലരുതേ ജലം തന്നാലും പാപമുണ്ടാം ഇവളൊരു ചണ്ടാലി. ഗ്രാമത്തിൻ പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ. ഓതിനാൻ ഭിക്ഷുവേറ്റം വിലക്ഷനായി, ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി. ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ, ഭീതി വേണ്ടാതരികതെനിക്കു നീ. എന്നുടനെ കരപുടം നീട്ടിനാൻ ചെന്തളീന മനോഹരം സുന്ദരൻ. പിന്നെ തർക്കം പറഞ്ഞില്ലയോമലാൾ, തന്വിയാണവൾ കല്ലല്ലിരുമ്പല്ല.
ഈ ഭാഗത്തെ പുതിയ വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം. അല്ലലാൽ, ദുഃഖത്താൽ. ഇവിടുത്തെ ദുഃഖം ദാഹം മൂലമുള്ള അല്ലൽ. നീചനാരി, താണജാതിയിൽപ്പെട്ട സ്ത്രീ. ആചമിക്കുക, കുടിക്കുക. ആര്യന്മാർ, ശ്രേഷ്ഠന്മാർ. കോപമേലരുതേ, കോപമുണ്ടാകരുതേ. ചണ്ടാലി, നിന്ദ്യകർമ്മങ്ങൾ ചെയ്യുന്ന കുലത്തിൽ ജനിച്ചവൾ. ചണ്ടാളന്മാർ നിന്ദ്യകർമ്മങ്ങൾ ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ്. ശ്മശാനത്തിലാണ് ചണ്ടാലൻ്റെ താമസം. ചാമർനായകൻ, ചണ്ടാലനായകൻ. കിടാത്തി, മകൾ, പെൺകുട്ടി എന്നൊക്കെ പറയും. ഓതിനാൻ, പറഞ്ഞു. ഏറ്റം, അധികം. വിലക്ഷൻ, വിശേഷഭാവങ്ങൾ ഒന്നുമില്ലാതെ. പരിഭ്രമം, അല്പം പോലുമില്ലാതെ. ഭീതി, ഭയം. കരപുടം, കൈക്കുമ്പിൾ. ചെന്നളിനം, ചെന്നളിനം, ചുവന്ന താമരപ്പൂവ്. തന്വി, സുന്ദരി അല്ലെങ്കിൽ സ്ത്രീ. ഇനി നമുക്ക് ഈ ഭാഗത്തെ ആശയം നോക്കാം. അല്ലല്ല, എന്തു കഥയാണിത്? ദാഹത്താൽ അങ്ങ് ജാതി മറന്നുപോയോ? നീചനാരിയുടെ കയ്യിൽ നിന്ന് ജലം വാങ്ങിക്കുടിക്കുമോ ഉയർന്ന ജാതിയിൽ പിറന്ന ശ്രേഷ്ഠന്മാർ? അങ്ങ് എന്നോട് കോപിക്കരുത്. ഞാൻ അങ്ങേക്ക് ദാഹജലം തന്നാൽ പാപമുണ്ടാകും. കാരണം ഞാനൊരു ചണ്ടാലിയാണ്. ഗ്രാമത്തിന് പുറത്തു താമസിക്കുന്ന ചാമർനായകൻ്റെ മകളാണ്. അപ്പോൾ ഭിക്ഷു വന്ന് അവളോട് ജലം ചോദിച്ചപ്പോൾ അവൾ അമ്പരന്നതിൻ്റെ കാരണം അതാണ്. ഭിക്ഷു ദാഹജലം ചോദിച്ചപ്പോൾ അവൾ അമ്പരന്നത് അവൾ ഒരു നീചനാരി ആയതിനാലാണ്. എത്ര വലിയ ദുഃഖത്തിലും ജാതി ചിന്തകൾ മറക്കാൻ പാടില്ലത്രേ. താണകുലത്തിൽ പിറന്ന തൻ്റെ കയ്യിൽ നിന്നും ജലം വാങ്ങിക്കുടിച്ചാൽ പാപമുണ്ടാകുമെന്നാണ് അവളുടെ വിശ്വാസം. ജാതി ചിന്ത എത്ര ആഴത്തിൽ വേരോടിയ കാലമായിരുന്നു അതെന്ന് ആ ചണ്ടാള യുവതിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തം. പാരമ്പര്യ വിശ്വാസത്തിൽ നിന്നും വ്യതിചലിച്ചാൽ പാപമുണ്ടാകുമെന്നാണ് അവളുടെ ചിന്ത. ജലം തരാത്തതിന് തന്നോട് കോപിക്കരുതെന്നും അവൾ പറയുന്നുണ്ട്. എന്നാൽ അല്പം പോലും കുലുക്കമില്ലാതെ ആ ഭിക്ഷു പറഞ്ഞു, അല്ലയോ സോദരി, ഞാൻ നിന്നോട് ജാതിയല്ല ജലമാണ് ചോദിച്ചത്. എൻ്റെ നാവ് വല്ലാതെ വരണ്ടിരിക്കുന്നു. അതിനാൽ ഭയക്കാതെ നീ അല്പം വെള്ളം, അല്പം ജലം എനിക്ക് തരിക. ഇങ്ങനെ പറഞ്ഞ് താമരപ്പൂ പോലെ മനോഹരമായ കൈകൾ അവളുടെ നേരെ നീട്ടി. പിന്നെ അവൾ യാതൊരു തടസ്സവും പറഞ്ഞില്ല. കാരണം അവളുടെ ഹൃദയം കല്ലോ ഇരുമ്പോ കൊണ്ടുണ്ടാക്കിയതല്ല. തരളഹൃദയായ ഒരു പാവം സ്ത്രീയാണവൾ. ഭിക്ഷുവിന് ജലം കൊടുക്കാൻ മടിച്ച ആ പെൺകൊടിയുടെ വാക്കുകൾ കേട്ട് ഭിക്ഷു ഞെട്ടിയില്ല. ഞാൻ ചോദിച്ചത് ജാതിയല്ല ജലമാണെന്നും ഭയക്കാതെ അതെനിക്ക് തരിക എന്നുമുള്ള ഭിക്ഷുവിൻ്റെ മറുപടിയിൽ ആർദ്രഹൃദയായ മാതങ്കി ഭിക്ഷുവിന് ജലം നൽകാൻ തയ്യാറായി. വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും മുന്നിൽ ജാതി ചിന്തകൾക്ക് എന്താണ് പ്രസക്തി? മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കും മാനുഷിക മൂല്യങ്ങൾക്കും മുമ്പിൽ ജാതി ചിന്തയും ഐത്താചാരങ്ങളും നിഷ്പ്രഭമായിപ്പോയി. ശ്രീബുദ്ധൻ്റെ ദർശനങ്ങൾ ആശാന്റെ ഹൃദയിൽ ഉണ്ടാക്കിയ ചലനമാണ് ഈ ചിന്താഗതിക്ക് അവലംബം. കറ്റക്കാർ കൂന്തൽ മൂടി തലവഴി മുറ്റുമാസ്യം മറഞ്ഞു കിടക്കുന്ന ചാരുസാരിയൊതുക്കി ചെറുചിരി ചോരും ചോരിവ ചെറ്റു വിടർത്തവൾ പാരം വിസ്മയമാർന്നു വിസ്പാരിത താരയായി തെല്ലു നിന്നു മൈക്കണ്ണിയാൾ ചോരച്ചെന്തളീരഞ്ചു മരുണാംശു പൂരത്താൽ മേനി മൂടിപ്പുലർച്ചയിൽ വണ്ടിണ ചെന്നു മുട്ടി വിടർന്ന ചെന്തണ്ടലരല്ലി കാട്ടി നിൽക്കും പോലെ. കറ്റക്കാർ കൂന്തൽ, കാർമേഘം പോലെ കറുത്ത തലമുടി. ആസ്യം, മുഖം. ചാരു, മനോഹരം. ചോരിവ, ചെഞ്ചുണ്ട്. ചെറ്റ്, അല്പം. പാരം, വളരെ. വിസ്മയം, അതിശയം. വിസ്പാരിത താര, അത്ഭുതം കൊണ്ട് വികസിച്ച കൃഷ്ണമണി. വിസ്പാരിതം, അത്ഭുതം കൊണ്ട് വികസിച്ച. മൈക്കണ്ണി, മഷി എഴുതിയ കണ്ണോട് കൂടിയവൾ. ബഹുവ്രീഹി സമാസമാണ്, അന്യപദ പ്രാധാന്യമായതുകൊണ്ട്. ചോരച്ചെന്തളിർ, ചോര പോലെ ചുവന്ന തളിർ. അരുണാംശു, സൂര്യകിരണം. പൂരം, കൂട്ടം.
ചെന്തണ്ടലരല്ലി, ചെന്താമരപ്പൂവിൻ്റെ അല്ലി. ഇപ്പോൾ നമ്മൾ പഠിച്ചു, ആനന്ദൻ്റെ സ്നേഹപൂർണമായ അപേക്ഷ മാതങ്കിയിലെ മനുഷ്യത്വത്തെ ഉണർത്തി അല്ലേ. പിന്നെ അവൾക്ക് മറുത്തൊന്നും തന്നെ പറയാൻ കഴിഞ്ഞില്ല. കാരണം അവൾ കല്ലോ ഇരുമ്പോ അല്ല, ഹൃദയാലുവായ ഒരു മനുഷ്യ സ്ത്രീയാണ്. ചെന്തളിന മനോഹരമായ കരപുടം നീട്ടി നിൽക്കുന്ന ആ അഭൗമ സൗന്ദര്യം മാതങ്കിയെ തരളിതയാക്കി. ഇടതൂർന്ന് കറുത്ത തലമുടി മൂടിക്കൊണ്ട്, തലവഴി മുഖത്തെ മറച്ചുകൊണ്ട് മൂടിക്കിടക്കുന്ന സാരി ഒതുക്കി, പുഞ്ചിരി പൊഴിയുന്ന ചോരിവ അല്പം വിടർത്തി, അത്ഭുതം കൊണ്ട് വികസിച്ച കൃഷ്ണമണികളോടുകൂടി അല്പനേരം അവൾ നിന്നു. ചോര പോലെ ചെമന്ന തളിരിൻ്റെ ശോഭ വഹിക്കുന്ന അരുണകിരണ സമൂഹത്താൽ ശരീരം മൂടി, രണ്ടു വണ്ടുകൾ ചെന്നു മുട്ടി പ്രഭാതകാലത്ത് വിടർന്ന ചെന്താമരപ്പൂവ് അല്ലി കാണിച്ചുകൊണ്ട് നിൽക്കുന്നതുപോലെയായിരുന്നു മാതങ്കിയുടെ നില. കുമാരനാശാൻ്റെ വർണ്ണനാപാടവത്തിന് ഉദാഹരണമാണ് മാതങ്കിയുടെ ലാവണ്യം വാക്കുകളിലൂടെ വരച്ചു കാട്ടുന്ന ഈ ഭാഗം. കാർമേഘം പോലെ കറുത്ത തലമുടി മൂടിക്കൊണ്ട്, തലവഴി മുഖത്തെ മറച്ച് കിടക്കുന്ന സാരി ഒതുക്കി, ചെറുചിരിയോടെ മനോഹരമായ ചുണ്ടു വിടർത്തി നിൽക്കുന്ന മാതങ്കിയെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം അന്യപുരുഷനോട് മുഖം മറച്ചേ സംസാരിക്കാവൂ എന്ന പഴയ ആചാരരീതിയും സൂചിപ്പിക്കുന്നു. ആര്യന്മാർ നീചനാരിയിൽ നിന്നും ജലം വാങ്ങിക്കുടിക്കുക എന്നത് വിശ്വസിക്കാൻ കഴിയാത്തതാണ്. അതുകൊണ്ടാണ് വിസ്മയത്താൽ വിടർന്ന കണ്ണുകൾ നക്ഷത്രം പോലെ പ്രകാശിച്ചത്. ആനന്ദ ഭിക്ഷുവിനോടു തോന്നിയ സ്നേഹത്തിൻ്റെ ആത്മപ്രകാശനത്താലാവാം അവളുടെ കണ്ണുകൾ തിളങ്ങിയത്. ചെന്തളിരിനേക്കാൾ ഭംഗിയുള്ള മാതങ്കിയുടെ ശരീരം സൂര്യരശ്മികൾ മൂടി പ്രഭാതത്തിൽ അല്ലി കാട്ടി നിൽക്കുന്ന താമരപ്പൂവിനോടാണ് വിടർന്ന ചിരിയോടെ നിൽക്കുന്ന മാതങ്കിയെ വർണ്ണിച്ചിരിക്കുന്നത്. താമരപ്പൂവ് സൂര്യൻ്റെ പ്രകാശമേൽക്കുമ്പോൾ ഉല്ലാസവതിയായി വിടർന്ന് വിലസി നിൽക്കും. സൂര്യൻ്റെ പ്രകാശമേൽക്കുമ്പോൾ താമരയിൽ ഉണ്ടാവുന്ന ഭാവമാറ്റം പോലെ ആനന്ദഭിക്ഷുവിൻ്റെ സാമീപ്യത്താൽ അവളും വിടർന്നു വിലസി എന്നാണ് കവി പറയുന്നത്. ചുവന്നു തുടുത്ത കൈക്കുമ്പിൾ നീട്ടി ദാഹജലത്തിനായി നിൽക്കുന്ന ഭിക്ഷുവിനെയാണ് ഇവിടെ വണ്ടായി കൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ കൈത്താർ വിറയ്ക്കയാൽ പാളയിൽ ചിന്നിനിന്നു തുളുമ്പി മനോജ്ഞമായി, മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധക്കണ്ണാടി കാന്തി ചിതറും നീർ, ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ കൈപ്പൂവിൽ വാർത്തു നിന്നതേ മെല്ലെ കുനിഞ്ഞവൾ. പുണ്യശാലിനി, നീ പകർന്നിടുമീ തണ്ണീർ തന്നുടയോരോരോ തുള്ളിയും, അന്തമറ്റ സുഹൃതഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. കൈത്താര്, കൈയാകുന്ന പൂവ്. മനോജ്ഞമായി, മനോഹരമായി. കാന്തി, ഭംഗി. കൈപ്പൂവ്, പൂവ് പോലെയുള്ള കൈ. പുണ്യശാലിനി, പുണ്യം ചെയ്തവൾ. അന്തമറ്റ, അവസാനമില്ലാത്ത. സുഹൃതഹാരങ്ങൾ, സുഹൃതഹാരങ്ങൾ പുണ്യമാലകൾ അല്ലെങ്കിൽ പുണ്യം കോർത്ത മാലകൾ. സുഹൃതം പുണ്യം, അന്തരാത്മാവ് മനസ്സ്. പിന്നെ പൂവ് പോലെ മനോഹരമായ കൈകൾ വിറയ്ക്കയാൽ പാളയിൽ നിന്ന് ചിന്നി തിന്ന് തുളുമ്പി മനോഹരമായി മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധക്കണ്ണാടിയുടെ കാന്തി ചിതറുന്ന നീര്, ആർത്തിയാൽ ഭിക്ഷു നീട്ടിയ മനോഹരമായ കൈകളിലേക്ക് മെല്ലെ കുനിഞ്ഞ് അവൾ വാർത്തുകൊടുത്തു. പുണ്യശാലിനി, നീ പകർന്നു കൊടുത്ത ഈ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും, അവസാനമില്ലാത്ത സുഹൃതഹാരങ്ങൾ നിന്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. താണജാതിയിൽപ്പെട്ട ചണ്ടാല യുവതിയാണ് താനെന്ന ബോധത്തോടെ നിന്ന ആ മാതങ്കി എന്ന പെൺകൊടിയുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് ജലം പകർന്നു കൊടുക്കാൻ, ശ്രേഷ്ഠകുലജാതനായ ബുദ്ധസന്യാസിക്ക് ജലം പകർന്നു കൊടുക്കാനുള്ള ധൈര്യമുണ്ടാകത്തക്ക വിധത്തിലേക്ക് ആനന്ദൻ്റെ വാക്കുകൾ മാറ്റിയെടുത്തു. വിറയ്ക്കുന്ന കൈകളോടുകൂടിയാണെങ്കിൽ പോലും
പാളയിലെ ജലം ഭിക്ഷു നീട്ടിയ കൈകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ അവൾക്ക് കഴിഞ്ഞു. മദ്യം പൊട്ടി നുറുങ്ങി വിലസുന്ന ശുദ്ധക്കണ്ണാടിയുടെ കാന്തി ചിതറുന്ന നീരാണ് ആ മനോഹരമായ കൈകളിലേക്ക് വാർന്നു വീണത്. അപ്പോൾ കവിയാണ് പറയുന്നത്, പുണ്യശാലിനി, നീ പകർന്ന ഓരോ നീർത്തുള്ളിയും അനേകം പുണ്യപ്രവർത്തികളാകുന്ന മുത്തുകൾ കോർത്ത മാലയായി നിന്റെ അന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാകാമെന്ന്. ദാഹിക്കുന്നവന് ജലം നൽകുക എന്ന പുണ്യപ്രവർത്തിയിലൂടെ ഇപ്പോൾ മാതങ്കിയും പുണ്യവതിയായിരിക്കുന്നു. ഈ പാഠഭാഗം എല്ലാ കുട്ടികൾക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.